ജീവന്റെ വചനം കേൾക്കുവാനായി കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. ജീവന്റെ വചനം കേൾക്കുവാനായി കാതുകൾ തുറക്കണമേ. ജീവന്റെ നാഥനെ സ്വീകരിക്കാൻ ഹൃദയമൊരുക്കണമേ. സ്നേഹമുള്ളവർ, നിങ്ങൾക്ക് എവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടെ സിംഗ് ആൻഡ് സിംഗ് ജേണി വിത്ത് ജീസസ് എന്ന യൂട്യൂബ് ചാനലിന്റെ വേർഡ് ഓഫ് ലൈഫ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താ വിഷയം 1 പത്രോസ് 5:6-7 വാക്യത്തിൽ പറയുന്നത്, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ എന്ന് പറയുന്നു. പരസ്പര സ്നേഹത്തോടും താഴ്മയോടും നടക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. പരസ്പരം മനുഷ്യർ തമ്മിലുള്ള സ്നേഹബന്ധത്തിലും താഴ്മയിലും ഐക്യതയോടും പെരുമാറുമ്പോഴാണ് ദൈവിക കൃപ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. താഴ്മ ധരിച്ചുകൊള്ളുക എന്നതിന്റെ ഗ്രീക്ക് പദം എക്കംബോമോയ് എന്നുള്ളതാണ്. ഒരു തുണിയ കഷണം മറ്റൊന്നിനോട് ചേർന്ന് തുന്നുന്നതിന് അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നതിനാണ് ഈ പദം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പഴയ നിയമകാലത്ത് തങ്ങൾ അടിമകളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവർ തങ്ങളെ അടിമകളാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു വെള്ള തുണിക്കണ്ടം അല്ലെങ്കിൽ ഏപ്രൺ അതിന് മുകളിൽ ധരിക്കാറുണ്ടായിരുന്നു, അവരുടെ വസ്ത്രത്തിന് മുകളിൽ. അതുപോലെ തന്നെ നമ്മോടും ആ താഴ്മ ധരിക്കുക എന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ ഒരുപക്ഷെ സൂചിപ്പിക്കുന്ന അത് തന്നെയായിരിക്കും. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി, ക്രിസ്ത്യാനികളാണ് എന്ന് അറിയുന്നതിന് വേണ്ടി ആ ഒരു തുണിക്കണ്ടം അല്ലെങ്കിൽ ഒരു ആപ്രൺ ധരിക്കുന്നത് പോലെ താഴ്മയുടെ വസ്ത്രം നമ്മുടെ മുകളിൽ ധരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുൻപിൽ താഴ്മയോടും സ്നേഹത്തോടും ഐക്യതയോടും കൂടെ പെരുമാറുന്നതിന് വേണ്ടിയുള്ള ആ ദൈവികമായിട്ടുള്ള സ്നേഹം, ദൈവികമായിട്ടുള്ള ഐക്യം, ദൈവികമായിട്ടുള്ള ഭാവം, ദൈവികമായിട്ടുള്ള താഴ്മയുടെ സ്വഭാവം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ പത്രോസ് അപ്പോസ്തലൻ അവിടെ എഴുതുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ മുൻപിൽ ക്രിസ്തുവിന്റെ ഭാവം നമ്മൾക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിന്റെ ഭാവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാണിച്ചു തന്ന ആ ഭാവമാണ്. യേശു ക്രിസ്തു തന്റെ അന്ത്യത്താഴ സമയത്ത് അതിഥികൾക്ക് അടിമകൾ കാല് കഴുകുന്നത് പോലെ അരയ്ക്ക് തോർത്ത് ചുറ്റിക്കൊണ്ട് ഒരു അടിമയായിട്ട് അവിടെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു താഴ്മയുടെ ആ ഒരു മാതൃക യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് പറയുന്നത്, ഇതുപോലെ നിങ്ങൾ ചെയ്യും, നിങ്ങൾ മറ്റുള്ളവർക്കും ഇതുപോലെ തന്നെ ശത്രുക്കളെ സ്നേഹിക്കുമെന്നും മറ്റുള്ളവരെ സ്നേഹിക്കുമെന്നും പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ഭാവം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെയും ഈ ഒരു താഴ്മയുടെ ഭാവത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവർ തമ്മിൽ താഴ്മയുടെ ഭാവത്തിലാണോ നാം പ്രവർത്തിക്കുന്നത്? മക്കൾ തമ്മിൽ താഴ്മയുടെ ഭാവത്തിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്? അങ്ങനെ താഴ്മയുടെ സ്വഭാവം ഉണ്ടെങ്കിൽ ആ ഒരു ഭവനം സ്വർഗീയ ഭവനമായി മാറും. പ്രിയമുള്ളവർ, ആ ഒരു താഴ്മ ഭരിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള കൃപയും സമാധാനവും അനുഗ്രഹവും നമ്മുടെ ഭവനങ്ങളിൽ പകരപ്പെടും. താഴ്മയുടെ ഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്ന പോലെ അനീതിയും അക്രമവും നിറയ്ക്കുന്ന സമൂഹത്തിൽ അനുസരണ ഭാവമുള്ളവരായി അതിന് ഒരു മൗനസമ്മതം നൽകുന്നവരായിട്ടല്ല, മറിച്ച് അതിനെ എതിർത്തുകൊണ്ട് ആ ദൈവികമായിട്ടുള്ള പദ്ധതിയിൽ ദൈവികമായിട്ടുള്ള നീതിയും ന്യായവും നടത്തുന്നതിനുള്ള ആ ഒരു പദ്ധതി പ്രകാരമുള്ള താഴ്മയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് യെരുശലേം ദേവാലയത്തിൽ യേശു ക്രിസ്തു അവിടെ പോയപ്പോൾ നിങ്ങൾ ഈ യെരുശലേം ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞ് അവിടെ അടിച്ച് പുറത്താക്കുന്നത് നമുക്ക് കാണാം. അത് പക്ഷേ യേശു ക്രിസ്തു താഴ്മയുടെ ഭാവത്തിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അനീതിയുടെ ഭാവമാണ് അവിടെ യെരുശലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ സമൂഹത്തിലെ അനീതി കാണുമ്പോൾ അതിനെ എതിർക്കുന്നതും ഈ ഒരു താഴ്മയുടെ ഭാവത്തിൽ ഉൾപ്പെട്ടതാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്നുള്ളതാണ്. ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. ദൈവികമായിട്ടുള്ള ദൈവത്തിന്റെ മുൻപിൽ നാം താഴ്മയോടെ നടക്കുവാൻ കൂടെ ശീലിക്കേണ്ടത് അത്യാവശ്യം. 6-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ എന്നുള്ളതാണ്. ദൈവത്തിന്റെ മുൻപിൽ താഴ്മയോടെ നടക്കുവാൻ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അഹങ്കാരത്തോടുകൂടെയല്ല, എന്റെ സ്വന്തമായിട്ടുള്ള കഴിവ് കൊണ്ടല്ല നാം നേടിയത്, എല്ലാം ദൈവത്തിന്റെ ദാനം എന്നുള്ള തിരിച്ചറിവിൽ ദൈവത്തിന്റെ മുൻപിൽ താഴ്മയോടുകൂടെ അനുസരണത്തോടുകൂടെ നടക്കുവാൻ നാം തയ്യാറാകണം. പ്രിയമുള്ള, എങ്കിൽ മാത്രമേ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ സാധിക്കുള്ളൂ. ദൈവത്തിന്റെ മുൻപിൽ താണിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആശ്രയിക്കുക എന്നുള്ളതാണ്. ആ ഒരു വലിയ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ ബലത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വിജയകരമായ വലങ്കയുടെ ബലത്തിൽ നാം അതിന് താഴ്ന്നിരിക്കുമ്പോൾ അതിശയകരമായി ദൈവം നമ്മെ നടത്തും. ദൈവത്തിന്റെ കൈ നമ്മോട് കൂടെ ഇരുന്ന ഏതൊരു ആപത്തിന്റെയും പ്രശ്നത്തിന്റെയും പ്രതികൂലങ്ങളുടെയും നടുവിൽ നിന്ന് നമ്മെ വിജയകരമായി പുറത്തു കൊണ്ടുവരും എന്നുള്ള ആ ഒരു
താഴ്മയോടെ ഇരിക്കുവാനാണ് ഈ പത്രോസ് അപ്പോസ്തലൻ നമ്മെ ബോധ്യപ്പെടുന്നത്. അതൊരു ആശ്രയബോധമാണ്. ഒരു മാതാവിനും പിതാവിൻ്റെയും മുമ്പിൽ ഒരു ശിശു അങ്ങനത്തോളം ആശ്രയത്തോടു കൂടെ ആയിരിക്കുന്നു. അതോടുകൂടെ പിതാവായ ദൈവത്തിന് മുൻപിൽ ആശ്രയബോധ്യത്തോടുകൂടെ നാം ആയിരിക്കുമ്പോഴാണ് ദൈവികമായിട്ടുള്ള കൃപ നമുക്ക് അനുഭവവേദ്യമാക്കാൻ സാധിക്കുക. അപ്പോഴാണ് ദൈവം നമ്മെ ഉയർത്തുന്നത്. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുമെന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ സമയത്ത് നമ്മെ ഉയർത്തും. ഏത് പ്രതിസന്ധികളുടെ ഘട്ടത്തിലും ദൈവം നമ്മെ ഉയർത്തും. പ്രിയമുള്ളത്, ദൈവികമായിട്ടുള്ള സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്, നമ്മുടെ സമയത്തല്ല. ദൈവത്തിന്റെ സമയത്ത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യേക സമയത്ത് ദൈവം വിടുവിക്കും. അതിൽ നിന്നുള്ള ഒരു ഉയർച്ചയും വിടുതലും ദൈവം നമുക്ക് നൽകും. ദൈവികമായിട്ടുള്ള ആ സമയത്തിന് വേണ്ടി നമ്മൾ താണിരിക്കുക, അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ മുൻപിൽ നാം നമ്മുടെ ജീവിതങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് താഴ്മയുടെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ ആ ഒരു വലങ്കയുടെ ആ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന അനുഭവം, ആ ഒരു തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവത്തിന്റെ ബലമുള്ള കഴുക്കീഴിൽ നമ്മൾ ആശ്രയിച്ച് മുന്നേറുന്ന അനുഭവം, അതൊരു വിജയത്തിന്റെ അനുഭവമായി തീരും. പ്രിയമുള്ള, ആ ഒരു വിജയത്തിന്റെ അനുഭവത്തിന് വേണ്ടി നാം ക്ഷമയോടെ താഴ്ന്നിരുന്നുകൊണ്ട് ആ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചു മുന്നേറുവാൻ ഈ ഒരു ധ്യാന ചിന്ത നമുക്ക് എല്ലാവർക്കും പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന ദൈവം നമ്മെ എല്ലാവരും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.